നമസ്കാരം. DJ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയിലൂടെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കളിയിക്കാവിള ബസ് സ്റ്റാൻഡിലാണ്. അതായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെക്കേ അതിർത്തിയായ കളിയിക്കാവിളയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് കളിയിക്കാവിള ബസ് സ്റ്റാൻഡാണ്. ഇന്നത്തെ യാത്രയിൽ കൗതുകകരമായ ഒരു കാര്യമുണ്ട്. അത് ഞാൻ വീഡിയോ ആരംഭിക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പായി വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തെക്കേ അതിർത്തിയായ കളിയിക്കാവിളയിൽ നിന്ന് വെള്ളർടയിലേക്കാണ്. അതായത് വെള്ളർടയും നമ്മുടെ തെക്കൻ മലയോര അതിർത്തി പ്രദേശമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര കളിയിക്കാവിളയിൽ നിന്ന് ആരംഭിച്ച് വെള്ളർടയിൽ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് സഞ്ചരിക്കുന്ന ബസ്സിൻ്റെ നമ്പർ 6K41 പാറശാല ഡിപ്പോയിലെ ബസ്സാണ്. വീഡിയോ ആരംഭിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു യാത്രയിൽ കൗതുകകരമായ ഒരു കാര്യമുണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ കളിയിക്കാവിളയിൽ നിന്ന് വെള്ളർട വരെയുള്ള ആ ഒരു യാത്രയിൽ നമ്മൾ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും അതിർത്തിയിലൂടെയാണ് ഏകദേശം ഒരു 10 കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുന്നത്. അതായത് റോഡിൻ്റെ ഇടതുവശം കേരളമാണെങ്കിൽ വലതുവശം തമിഴ്നാട്. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെ അതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വളരെ അപൂർവമായ ഒരു ബോർഡറിലൂടെ സഞ്ചരിക്കുന്ന ഒരു സർവീസാണ്. അപ്പോൾ നമ്മുടെ യാത്ര കളിയിക്കാവിളയിൽ നിന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ അറിവിൽ കേരള തമിഴ്നാട് ബോർഡറിൽ ഉള്ള ബസ് സ്റ്റാൻഡുകളിൽ കളിയിക്കാവിള ബസ് സ്റ്റാൻഡിലാണ് കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും ഓർഡിനറിയും ഫാസ്റ്റ് പാസഞ്ചേഴ്സും എല്ലാ ബസ്സും കയറി ഇറങ്ങുന്ന ഒരു ബസ് സ്റ്റാൻഡ്. വേറെ ഏതെങ്കിലും കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം അല്ലെങ്കിൽ കേരള കർണാടക അതിർത്തി പ്രദേശത്ത് ഇതേപോലെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിതാ കേരള അതിർത്തിയിലോട്ട് കയറിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ കളിയിക്കാവിള ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിൻ്റെ ഭാഗത്തിലാണ്. പക്ഷേ അവിടെ KSRTCയുടെ ഓർഡിനറി സർവീസുകൾ ആ ബസ് സ്റ്റാൻഡിലാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ സർവീസുകളായാലും ആ ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് സർവീസ് അവസാനിപ്പിക്കുന്നത്. പിന്നെ ഇതുപോലൊരു സ്ഥലം നമുക്ക് കേരള തമിഴ്നാട് അതിർത്തി സ്ഥലമെന്ന് പറയാവുന്നത് നമുക്ക് കുമളിയാണ്. പക്ഷേ കുമളിയിൽ തമിഴ്നാടിൻ്റെ സർവീസുകൾ തമിഴ്നാടിൻ്റെ ആ ഒരു ഏരിയയിലും നമ്മുടെ KSRTCയുടെ സർവീസുകൾ KSRTCയുടെ ആ ഒരു ഏരിയയിലാണ് അവസാനിപ്പിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ആ ഒരു കുമളിയെ സംബന്ധിച്ചിടത്തോളം കുമളി വഴി പാസ് ചെയ്ത് പോകുന്ന അന്തർ സംസ്ഥാന സർവീസുകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ KSRTCയുടെ കോട്ടയം തിരുവല്ല മധുരയും അതുപോലെ തന്നെ KSRTCയുടെ നമ്മുടെ എറണാകുളം മധുര അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പഴനി ഇതുപോലുള്ള ലിമിറ്റഡ് സർവീസ് മാത്രമേ ബോർഡർ കടന്ന് പോകത്തുള്ളൂ. പക്ഷേ കളിയിക്കാവിളയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ ചെയിൻ സർവീസുകളെല്ലാം കടന്നു പോകുന്നത് കളിയിക്കാവിളയിലൂടെയാണ്. അതുമാത്രമല്ല കന്യാകുമാരി, ഹരിപ്പാട് നിന്നുള്ള ആറ്റിങ്കര പള്ളി, പിന്നെ തിരുവനന്തപുരം കുളച്ചൽ അതുപോലുള്ള സർവീസുകളെല്ലാം കളിയിക്കാവിള പാസ് ചെയ്താണ് പോകുന്നത്. നമ്മളിപ്പോൾ പാറശാലയിൽ നിന്ന് വെള്ളർടയിലോട്ട് നമ്മൾ വെള്ളർട റോഡിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡാണ് ആ ഒരു പാറശാല കാസർഗോഡ് മലയോര ഹൈവേയുടെ ആരംഭം എന്ന് പറയുന്നത്. ശരിക്കും ഈ ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ മലയോര ഹൈവേ വഴി തൃശ്ശൂരിലേക്കുള്ള കുറച്ച് സൂപ്പർ ഫാസ്റ്റ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. കളിയിക്കാവിളയിൽ നിന്ന് തൃശ്ശൂർ, പിന്നെ ഈരാറ്റുപേട്ട തുടങ്ങിയ സർവീസുകൾ ഈ ഒരു റൂട്ട് വഴി ആരംഭിച്ചിട്ടുണ്ട്. അതായത് കളിയിക്കാവിള, വെള്ളർട, നെടുമങ്ങാട്, വിതുര വഴി, പാലോട് വഴി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കളിയിക്കാവിള വെള്ളർട സർവീസിന് വേണമെങ്കിൽ ഒരു ഗ്രീൻഫീൽഡ് ഓർഡിനറി സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് വിളിക്കാം. നമ്മുടെ ഈ ഒരു സർവീസിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് കളിയിക്കാവിളയിൽ നിന്ന് ആരംഭിച്ച് പാറശാല, പളുകൽ, കന്നുവാമൂട്, കാരക്കോണം, നിലമാമൂട്, ചെറിയ കൊല്ല, പനച്ചമൂട് വഴിയാണ് വെള്ളർടയിലേക്ക് പോകുന്നത്. ഇതിൽ പളുകൽ ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ പളുകൽ ജംഗ്ഷൻ പിന്നെ തമിഴ്നാടിൻ്റെ ഭാഗത്താണ്. അതുപോലെ കന്നുവാമൂട് ജംഗ്ഷനും തമിഴ്നാടിൻ്റെ ഭാഗത്താണ്. അടുത്ത ജംഗ്ഷൻ കാരക്കോണം വരുമ്പോഴത്തേക്ക് അത് കേരളത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ അടുത്ത നിലമാമൂട് വരുമ്പോഴത്തേക്ക് നിലമാമൂടിൻ്റെ ലെഫ്റ്റ് സൈഡ് കേരളവും റൈറ്റ് സൈഡ് കുറച്ച് ഉള്ളിലോട്ട് പോയാൽ തമിഴ്നാടുമാണ്. അതുപോലെ ചെറിയ കൊല്ല വരുമ്പോഴും അങ്ങനെയാണ്. ജസ്റ്റ് ആ ഒരു മെയിൻ റോഡ് ആ ഒരു ജംഗ്ഷനിലിരിക്കുന്നത്
കേരളത്തിലാണെങ്കിലും വലത് സൈഡ് ഒരു റോഡ് കുറച്ച് താഴോട്ട് പോകുമ്പോഴത്തേക്ക് തമിഴ്നാടായി. അതുപോലെ തന്നെ പനച്ചമൂട് ആക്ച്വലി ആ ഒരു ജംഗ്ഷൻ വരുന്നത് തമിഴ്നാട്ടിൻ്റെ സൈഡിലാണ്, പക്ഷേ റോഡിൻ്റെ ഇടത്തെ സൈഡ് കേരളമാണ്. അങ്ങനെ നമുക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കൂടെ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു മനോഹരമായ യാത്രയാണ്. അത് നമ്മുടെ പാറശാല കാസർഗോഡ് മലയോര ഹൈവേയിലൂടെ ആ ഒരു മനോഹരമായ യാത്ര ആണ് നമ്മളിന്ന് ആസ്വദിച്ച് പോകുന്നത്. നമ്മളിപ്പോൾ കന്നുമാമൂട് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ഒരു ജംഗ്ഷൻ തമിഴ്നാട്ടിലാണ്. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കേരളവും റൈറ്റ് സൈഡിൽ തമിഴ്നാടും ആവും. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇടത് സൈഡിൽ കേരളവും വലത് സൈഡിൽ തമിഴ്നാടുമാണ്. ആ ഒരു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും നടുവിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു യാത്ര.
നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി ഇതേപോലെ ഒരു യാത്ര ഏതെങ്കിലും നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തിയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ പനച്ചമൂട് മാർത്താണ്ഡ റൂട്ടിലോടുന്ന ഒരു ബസ്സാണ് ഇപ്പോൾ നമ്മൾ ഒരു കാണുന്ന റൈറ്റ് സൈഡിൽ ആ ഒരു ചുവന്ന ബസ്. നമ്മളിപ്പോൾ പനച്ചമൂട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരള തമിഴ്നാട് ഒരു തെക്കൻ അതിർത്തി പ്രദേശമാണ് പനച്ചമൂട് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പനച്ചമൂട് വരെയാണ് നമ്മൾ ആ ഒരു പാറശാല തൊട്ട് ഈ ഒരു പനച്ചമൂട് വരെയാണ് നമ്മുടെ കേരളം ഇടത് സൈഡും തമിഴ്നാട് വലത് സൈഡുമായിട്ട് വരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെള്ളട വരെ പോകുമ്പോഴത്തേക്ക് ആ ഒരു കേരള പ്രദേശം മാത്രമാണ്. പനച്ചമൂട് വരെയാണ് തമിഴ്നാടിൻ്റെ പ്രദേശം ഉള്ളത്. തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ ബസ്സുകളെല്ലാം ഇവിടെ പനച്ചമൂടിലാണ് അവസാനിക്കുന്നത്. പിന്നെ കുറച്ച് ബസ്സുകൾ മാത്രം വീണ്ടും ഒരു ഇൻട്രാസ്റ്റേറ്റ് സർവീസായി വെള്ളട വഴി കുടപ്പനമൂട് വഴി ചെമ്പകപ്പാറ ആറുകാണി, അതായത് മറ്റൊരു കേരള തമിഴ്നാട് അതിർത്തി വരെ സർവീസ് നടത്തുന്നുണ്ട്. കേരളത്തിൻ്റെ തെക്കൻ അതിർത്തി ഡിപ്പോ ആണെങ്കിലും വെള്ളടയിൽ നിന്ന് അന്തർ സംസ്ഥാന ബസ്സുകളൊന്നും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. വെള്ളടയിൽ നിന്ന് കളിയിക്കാവള വരെ ഓടുന്ന ഓർഡിനറി ബസ്സുകളും പിന്നെ തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ ആറുകാണിയിൽ നിന്ന് മാർത്താണ്ഡത്തേക്കുള്ള ആ ഒരു സർവീസും മാത്രമേ അന്തർ സംസ്ഥാന സർവീസ് എന്ന് പറയാൻ പറ്റൂ. പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ ഒരേ ഒരു അന്തർ സംസ്ഥാന ബസ് ഇതുവഴി കടന്നു പോകുന്നത് കന്യാകുമാരിയിൽ നിന്നുള്ള നെടുമങ്ങാട് ഫാസ്റ്റ് പാസഞ്ചറാണ്. തമിഴ്നാട് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ്റെ കന്യാകുമാരി ഡിപ്പോയിൽ ആ ഒരു കന്യാകുമാരി നെടുമങ്ങാട് ഫാസ്റ്റ് പാസഞ്ചറാണ് ഇതുവഴി കടന്നു പോകുന്ന ഒരേ ഒരു അന്തർ സംസ്ഥാന സർവീസ്. ശരിക്കും മലയോര ഹൈവേ യാഥാർത്ഥ്യമാകുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട, വെള്ളറട, തൃപ്പരപ്പ്, കുലശേഖരം, ഭൂതപ്പാണ്ടി വഴി നാഗർകോവിലിലേക്കുള്ള ബസ് സർവീസ് ആരംഭിച്ചാൽ ഒട്ടേറെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളും പിന്നെ കാട്ടാക്കട, നെയ്യാർ മെഡിസിറ്റി, കുലശേഖരം മൂകാംബിക മെഡിക്കൽ കോളേജ്, കുലശേഖരം ഹോമിയോ കോളേജ് തുടങ്ങിയ എല്ലാ വിനോദസഞ്ചാരവും അതേപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽസ് എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കണക്ഷൻ സർവീസും KSRTC വിചാരിച്ചാൽ അങ്ങനെ ഒരു റൂട്ട് ആരംഭിക്കാവുന്നതാണ്. ഒരു 3/4 മണിക്കൂർ ഗ്യാപ്പിൽ ചെയിൻ സർവീസായിട്ട് ആരംഭിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ തെക്കൻ മലയോര അതിർത്തി ഗ്രാമമായ വെള്ളറടയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ബൈ.